നമസ്കാരം മക്കളെ, എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കലാമണ്ഡലം രാമൻകുട്ടി നായരുടെ ആത്മകഥയായ തിരനോട്ടത്തിലെ കളിവിളക്കിൻ തിരുനാളം എന്ന ഭാഗം പരിചയപ്പെട്ടു അല്ലേ? അതിൽ അദ്ദേഹം തൻ്റെ ബാല്യകാലത്തെ കഥകളി അനുഭവത്തെക്കുറിച്ചിട്ടാണ് വായനക്കാരുമായി പങ്കുവയ്ക്കുന്നത്. ആ ഒരു ബാല്യകാല അനുഭവം തൻ്റെ കഥകളി ജീവിതത്തെ എത്രമാത്രം സ്വാധീനിച്ചുവെന്നും അദ്ദേഹം പറയുന്നു. എന്നാൽ കഥകളിയെക്കുറിച്ച് നമുക്ക് കൂടുതലായി പരിചയപ്പെടണ്ടേ? ശരി, നമുക്ക് പരിചയപ്പെടാം. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യമായിരിക്കും, കേരളീയ കലാരൂപങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് ഏതാണ്? തീർച്ചയായും അത് കഥകളിയാണ്. നിങ്ങൾ നിങ്ങളുടെ ചെറിയ ക്ലാസ്സുകളിൽ കഥകളിയെക്കുറിച്ച് ചില വിവരങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. എന്നാൽ അത് കേവലം ചുരുങ്ങിയ വിവരങ്ങൾ മാത്രവുമായിരിക്കും. എന്നാൽ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ കഥകളിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ പഠിക്കുവാൻ പോവുകയാണ്. നമുക്കെന്നാൽ ക്ലാസ്സിലേക്ക് കടന്നാലോ? മക്കളെ, കഥകളിക്ക് ഏകദേശം 300 വർഷത്തിലധികം പഴക്കമുണ്ട്. കൊട്ടാരക്കര തമ്പുരാൻ രൂപം നൽകിയ രാമനാട്ടമാണ് കഥകളിയായി വികസിച്ചത്. കഥകളിയുടെ സാഹിത്യരൂപം ആട്ടക്കഥ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഉണ്ണായി വാര്യർ ആട്ടക്കഥ എഴുതുന്നതിൽ വളരെയധികം പ്രസിദ്ധനാണ്. നളചരിതമാട്ടക്കഥ, ഉത്തര സ്വയംവരമാട്ടക്കഥ ഇവയെല്ലാം അദ്ദേഹത്തിൻ്റെതാണ്. കഥകളിയിൽ ചമയങ്ങൾക്കും വാദ്യങ്ങൾക്കും ചടങ്ങുകൾക്കും മുദ്രകൾക്കും അഭിനയത്തിനും നവരസത്തിനും വളരെയധികം പ്രാധാന്യമാണുള്ളത്. എന്നാൽ ഇവയെക്കുറിച്ച് വിശദവിവരങ്ങൾ നമുക്ക് നോക്കിയാലോ? ആദ്യം നമുക്ക് ഒരു കഥകളി വീഡിയോ കാണാം. നമുക്കാദ്യം കഥകളി വേഷങ്ങളെക്കുറിച്ച് പരിചയപ്പെടാം. അവ പച്ച, കത്തി, കരി, താടി, മിനുക്ക് എന്നിങ്ങനെയാണ്. പച്ചവേഷം നല്ല കഥാപാത്രങ്ങൾക്കാണ് നൽകുക. ഉദാഹരണമായി നളൻ, ശ്രീകൃഷ്ണൻ, അർജുനൻ, ഭീമൻ. ഇനി കത്തിവേഷമോ? അത് നന്മയും തിന്മയും ഇടകലർന്ന കഥാപാത്രങ്ങൾക്കാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ രാവണൻ, ദുര്യോധനൻ. ഇനി കരിവേഷം ക്രൂര സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കാണ്. കരിവേഷത്തെ പെൺകരി, ആൺകരി എന്നും തിരിക്കുന്നു. ഉദാഹരണം കലി, ശൂർപ്പണഖ, പൂതന. താടി 3 വിധമുണ്ട്: വെള്ളത്താടി, കറുപ്പുതാടി, ചുവപ്പുതാടി. വെള്ളത്താടി ഹനുമാനാണ് നൽകുന്നത്. കറുപ്പുതാടി, ചുവപ്പുതാടിയെല്ലാം ക്രൂരനായ കഥാപാത്രങ്ങൾക്കാണ് നൽകുന്നത്: കലി, ദുശാസനൻ, ഭഗൻ തുടങ്ങിയവർക്ക്. ഇനി മിനുക്കാണെങ്കിൽ കഥകളിയിൽ സ്ത്രീകൾക്കും
അതുപോലെ മഹർഷിമാർക്കും നൽകി വരുന്ന വേഷമാണ്. കഥകളിയിൽ ഉപയോഗിക്കുന്ന വാദ്യങ്ങളാണ് ചെണ്ട, ചേങ്ങില, ശുദ്ധമദ്ദളം, ഇലത്താളം, ഇടയ്ക്ക. കഥകളിയിൽ ചടങ്ങുകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. 7 ചടങ്ങുകൾക്ക് ശേഷമാണ് കഥകളിയിലെ കഥ ആരംഭിക്കുന്നത് തന്നെ. 8 പ്രധാന ചടങ്ങുകളാണ് കഥകളിയിൽ ഉള്ളത്. അവയെ നമുക്ക് വിശദമായി നോക്കാം. ആദ്യത്തെ ചടങ്ങാണ് കേളികൊട്ട്. സന്ധ്യയ്ക്ക് കഥകളിയുണ്ടെന്ന് നാട്ടുകാരെ അറിയിക്കുന്ന ചടങ്ങാണിത്. സന്ധ്യയ്ക്ക് മുമ്പായിരിക്കും ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. കേളിക്കൊട്ടിന് ശേഷം അരങ്ങുകേളിയാണുള്ളത്. കളി തുടങ്ങി എന്നറിയിക്കുന്ന ഗണപതിക്കൊട്ടാണ് ഇത്. ചെണ്ടയില്ലാതെ മദ്ദളം, ചേങ്ങില, ഇലത്താളം എന്നിവ ഇതിനുപയോഗിക്കുന്നു. അരങ്ങുകേളിക്ക് പുറമെ ശുദ്ധമദ്ദളം, കേളിക്കൈ, അരങ്ങത്തുകേളി, ഗണപതിക്കൊട്ട് എന്നിങ്ങനെയെല്ലാം ഈ ചടങ്ങ് അറിയപ്പെടുന്നുണ്ട്. അതിനുശേഷമുള്ള ചടങ്ങാണ് തോടയം. ഇത് ഇഷ്ടദേവതാ പൂജയാണ്. ഇവിടെ തിരശീലയ്ക്ക് പുറകിൽ നിന്ന് ഒരു വേഷം സ്തുതിപരമായ നൃത്തം ചെയ്യുന്നു. തോടയത്തിനു ശേഷം വന്ദന ശ്ലോകം. ഇവിടെ ഗായകർ ഇഷ്ടദേവതാ സ്തുതിപരമായ വന്ദന ശ്ലോകങ്ങൾ ആലപിക്കുന്നു. അടുത്തത് പുറപ്പാട്. ഒരു പുരുഷവേഷവും സ്ത്രീവേഷവും തിരശീല നീക്കി രംഗത്ത് ചെയ്യുന്ന പ്രാർത്ഥനാപരമായ ചടങ്ങാണ് പുറപ്പാട്. അടുത്തത് മേളപ്പദം. പുറപ്പാടിനു ശേഷമുള്ള പ്രധാനപ്പെട്ട ചടങ്ങാണിത്. 7ാമതായി കഥാരംഭം. കഥകളി കഥയുടെ ആരംഭം കുറിക്കുന്നതാണ് കഥാരംഭം. തുടർന്ന് കഥാപാത്രങ്ങൾ രംഗത്ത് പ്രവേശിക്കുന്നു, കഥ അവതരിപ്പിക്കുന്നു. 8ാമതായി ധനാശി. കഥകളിയിലെ അവസാന ചടങ്ങാണ് ധനാശി. ധനാശി പാടുക എന്നും പറയും. ഒരു കഥാപാത്രം ഈശ്വരസ്തുതി രൂപത്തിൽ നൃത്തം ചെയ്യുന്നതാണ് ഈ ചടങ്ങ്. അഭിനയത്തിന് വളരെയധികം പ്രാധാന്യമുള്ള കലാരൂപമാണല്ലോ കഥകളി. ആയതുകൊണ്ട് തന്നെ കഥകളിയിൽ നവരസങ്ങൾക്ക് വളരെയധികം സ്ഥാനമുണ്ട്. നവരസങ്ങൾ 9 എണ്ണമാണ് ഉള്ളത്. അവ ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീരം, ഭയാനകം, ബീഭത്സം, അദ്ഭുതം, ശാന്തം എന്നിങ്ങനെയാണ്. കഥകളിയിലൂടെ അവതരിപ്പിക്കുന്ന ആശയം കാഴ്ചക്കാരനിലേക്ക് പൂർണ്ണമായി എത്തണമെങ്കിൽ ഈ നവരസങ്ങൾ ഉചിതമായി കലാകാരൻ അവതരിപ്പിക്കേണ്ടതുണ്ട്. കാരണം അത്രമാത്രം സ്ഥാനമാണ് അഭിനയ പ്രാധാന്യമുള്ള കഥകളിയിൽ നവരസങ്ങൾ നൽകുന്നത്. കഥകളിയിൽ മുദ്രകൾക്കുള്ള പ്രാധാന്യം പറഞ്ഞറിയിക്കാൻ വയ്യ. 1ഉം 2ഉമല്ല കേട്ടോ, അനവധി മുദ്രകളാണ് കഥകളിയിൽ ഉള്ളത്. കലാകാരന്മാരുടെ കൈകൾ അവിടെ നൃത്തം ചെയ്യുന്നതായി നമുക്ക് കാണാം. മുദ്രകളിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ പതാക, തൃപ്പതാക, അർദ്ധപതാക, കർത്തരിമുഖം, മയൂര, അർദ്ധചന്ദ്ര, അരള, മുഷ്ടി, ചന്ദ്രകല, പത്മകോശ, സർപ്പശിഖ. ഇവ മാത്രമല്ല, ഇനിയും അനവധിയുണ്ട്. തിരനോട്ടം എന്ന ആത്മകഥയിലൂടെ നമ്മൾ കഥകളി ആശാനായ കലാമണ്ഡലം രാമൻകുട്ടി നായരെക്കുറിച്ച് പരിചയപ്പെട്ടു അല്ലേ? അദ്ദേഹത്തെ പോലെ തന്നെയുള്ള മറ്റ് കഥകളി ആശാന്മാരാണ് കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം സോമൻ, വാരണാസി മാധവൻ നമ്പൂതിരി തുടങ്ങിയവർ. ഇവർ കഥകളിയുടെ പാരമ്പര്യത്തെ തലമുറകളിലേക്ക് കൈമാറുവാൻ വളരെയധികം പ്രാധാന്യം ചെലുത്തുന്നുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലൂടെ കഥകളിയെക്കുറിച്ച് വിവരങ്ങൾ നേടുവാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാൽ കഥകളിയുടെ ലോകം വിശാലമാണ്. അതിവിടെ അവസാനിക്കുന്നില്ല. നിങ്ങൾ കഥകളിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കണം. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും എൻ്റെ എല്ലാ മക്കൾക്കും നന്ദി, നമസ്കാരം.